പിന്നെ അവിടെ കാര്യമായിട്ടുള്ളത് ഈ ആദിവാസികളുണ്ട്. അവരിപ്പോഴും അവരുടെ ആ ഗ്രാമീണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാറുസലാം എന്നൊരു 300 കിലോമീറ്റർ പോകണം. ആ 300 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിൻ്റെ സ്ഥാനമാണ്. ആ ജാതി വഴിയാണ്. പിന്നെ അവിടെ ഇസ്ലാമികമായിട്ട് അവിടെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക സെൻസിബാറിലാണ്. സെൻസിബാർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് 2 മണിക്കൂർ ബോട്ടിലിരുന്നാൽ പോകേണ്ട സ്ഥലം. മറ്റേ രാഷ്ട്രമാണ്, പക്ഷേ രാഷ്ട്രത്തെ പാസ്പോർട്ടൊക്കെ സ്വന്തമുണ്ട്. ഇപ്പോൾ അവസാനമായിട്ട് പോയ രാജ്യം ഏതാണ്? ആ രാജ്യത്തിൻ്റെ വിവരണം ഒന്ന് പറഞ്ഞു. അവസാനമായിട്ട് ഇപ്പോൾ പോയത് UAE ആണ്. പക്ഷേ UAEയുടെ പോക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം, ഞാൻ 50-ലധികം പ്രാവശ്യം UAEയിൽ പോയിട്ടുണ്ട്. പക്ഷേ UAEയുടെ മുമ്പ് പിന്നെ ഇറാഖിലും പോയിരുന്നു. അതും തന്നെ പലപ്പോഴും പോയതാണ്. അതിൻ്റെ മുമ്പായിട്ട് താൻസാനിയ പോയിരുന്നു. അതൊരു ആഫ്രിക്കൻ കൺട്രീസാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഇസ്ലാമിൻ്റെ ഒരു വലിയൊരു പ്രഭാവം എന്നൊന്നും പറഞ്ഞുകൂടാ, എന്നാലൊരു 35-40% കണ്ട് മുസ്ലിങ്ങൾ അവിടെ ഉണ്ട്. കൂടുതൽ അവിടെ ക്രിസ്ത്യൻസാണ്. പിന്നെ അവിടെ കാര്യമായിട്ടുള്ളത് ഈ ആദിവാസികളുണ്ട്. അവരിപ്പോഴും അവരുടെ ആ ഗ്രാമീണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാനുള്ള കാഴ്ചകൾ. പിന്നെ അവിടെ കാര്യമായിട്ടുള്ളൊരു കാഴ്ച, ഒരു പാർക്കുണ്ട്, മക്കൂമി എന്നാണ് പറയുക. അത് ഈ നമ്മൾ താമസിച്ചിരുന്ന ദാറുസലാം എന്നൊരു 300 കിലോമീറ്റർ പോകണം. ആ 300 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3000 കിലോമീറ്ററിൻ്റെ സ്ഥാനമാണ്. ആ ജാതി വഴിയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ, അതിൻ്റെ 10 കിലോമീറ്റർ മുമ്പ് എത്തുമ്പോൾ തന്നെ നമ്മൾ മൃഗങ്ങളെ കണ്ടു തുടങ്ങും. റോഡിൻ്റെ 2 സൈഡിൽ കൂടുതൽ കാണും ജിറാഫിനെയാണ്. ജിറാഫ് ചിലപ്പോൾ മാർഗ്ഗതടസ്സം വരെ സൃഷ്ടിക്കും. മൂപ്പരിന് റോഡിൻ്റെ ഒത്ത നടുവിൽ ഇങ്ങോട്ട് തല ഉയർത്തിക്കൊണ്ട് നിൽക്കും. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് വാഹനത്തിലേ പോകാൻ പറ്റുള്ളൂ. അവരുടെ വാഹനം പിടിക്കണം. അതിനൊക്കെ വലിയ പൈസ ഉണ്ട്. അങ്ങനെ ഒരു 3 മണിക്കൂർ നേരം ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടി, കാട് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ കാടിൻ്റെ മാതിരി പെരും കാടൊന്നുമല്ല, ചെറിയ കുറ്റിപ്പന്തകളാണ്. അപ്പോൾ അതിൻ്റെ അടിയിലാണ് ഈ കാര്യം മൃഗങ്ങളൊക്കെ. അങ്ങനെ അത് ആളുകളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ നല്ല നരിയും സിംഹവും മറ്റൊക്കെ കണ്ടു. ഞങ്ങൾ പോയ സമയത്ത് ഒരിക്കൽ ഒരു നരിനെ കണ്ടു. ആ നരി അതിൻ്റെ കുട്ടികൾക്ക് മുലയെടുത്ത് കിടക്കുക. അങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഒരു മരത്തിൻ്റെ ചോട്ടിൽ 2-3 കുട്ടികൾ മുലയും കുടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മളെ കൂടെയുള്ള ആൾക്കാരപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത്. പിന്നെ അതിൽ കാര്യമായിട്ടുള്ളത് ഈ പറഞ്ഞ മാന്, ജിറാഫ്, ആന, വരയാട്, ഇങ്ങനെ എല്ലാ ജീവികളുണ്ട്. ഇപ്പോൾ പൊട്ടാമസ് അടക്കമുണ്ട്, എല്ലാ ജീവികളുണ്ട്. അവിടെ പോയി വരാൻ നല്ലൊരു പൈസ വരും. കാരണം ആ വാഹനത്തിന് നല്ല പൈസ ഉണ്ട്. അവിടുത്തെ ടിക്കറ്റും നല്ല ചാർജ് ഉണ്ട്. എത്ര എമൗണ്ട് വരും? എനിക്ക് തോന്നുന്ന ഒരു 25,000 റുപ്യ ചുരുങ്ങിയത് അവിടുന്ന് മാത്രം പോയി വരാൻ വരും. അത്ര ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഇസ്ലാമികമായിട്ട് അവിടെ കൂടുതൽ നമുക്ക് കാണാൻ കഴിയുക സെൻസിബാറിലാണ്. സെൻസിബാർ എന്ന് പറഞ്ഞാൽ അവിടുന്ന് 2 മണിക്കൂർ ബോട്ടിലിരുന്നാൽ പോകേണ്ട സ്ഥലം. മറ്റേ രാഷ്ട്രമാണ്, പക്ഷേ രാഷ്ട്രത്തെ പാസ്പോർട്ടൊക്കെ സ്വന്തമുണ്ട്. നമ്മൾ പാസ്പോർട്ടും ഇമിഗ്രേഷനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടാൻസാനിയയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ അവിടെ സൻസിബാർ എന്ന് പറയുക അറബിയിൽ. അവിടെ ധാരാളം മുസ്ലിംസ്, 100% മുസ്ലിംസാണ്. ആ മുസ്ലിംസിൻ്റെ കൂട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ ഒമാനിൽ നിന്നുള്ള അറബികളാണ്. അതുകൊണ്ട് അറബി സ്വഭാവം അവിടെ ശരിക്ക് കാണാൻ കഴിയും. ഞാനൊരു ദിവസം അവിടെ നിന്നിട്ടുണ്ട് ഈ സൻസിബാറിൽ. അവിടെ നിന്ന് കൂടുതൽ മലയാളികളില്ല. മലയാളികൾ ഒരു ഫാമിലിയായിട്ട് അവിടെ നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കൂടുതൽ മലയാളികളില്ലാത്ത സ്ഥലമാണ് ഈ സൻസിബാറും. ഇനി താൻസാനിയ തന്നെയും, താൻസാനിയയിലും അവിടെ ഒരു മലബാറി കേരള മുസ്ലിങ്ങൾക്ക് ചെറിയൊരു അസോസിയേഷനൊക്കെ ഉണ്ട്. പക്ഷെ വളരെ ആൾ കുറവാണ്. മറ്റുള്ള രാഷ്ട്രങ്ങളിലുള്ളത് പോലെയല്ല. അവിടെ അവിടെ പിന്നെ ഒരു മീനുമായിട്ട് ബന്ധപ്പെട്ടൊരു ബിസിനസ്സിൻ്റെ അവരുടെ ഗോഡൗണിൽ അവരുടെ ഓഫീസിലായിരുന്നു നമ്മളെ താമസം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തകരൊക്കെ ആയിട്ട് നല്ല ബന്ധമായിരുന്നു. അതാണ് താൻസാനിയൻ്റെ ഓർമ്മകൾ. അതാണ് ഒരു ഭക്ഷണപ്രിയന് ഗംഭീരമായൊരു സദ്യ കഴിച്ച പോലെയാണ് ഒരു വിജ്ഞാന കുതുകിക്ക്, ഒരു യാത്രാപ്രിയന് ഈ ചർച്ചകൾ മുഴുവൻ കേൾക്കുമ്പോൾ. കുറഞ്ഞ രാജ്യങ്ങളുടെ വിവരണങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി കേൾക്കാൻ ഒരുപാട് ഇരിക്കുന്നു. ഒരു യാത്രാ വിവരണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിന്നുകൊണ്ടല്ല പറയുന്നത്. ചരിത്രപരമായ ആ നാടിൻ്റെ വിവരണങ്ങൾ, അതോടൊപ്പം ആ ഭൂപ്രദേശം, മതപരമായ കൾച്ചർ, ഇങ്ങനെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമഗ്രമായ ഒരു യാത്രാ വിവരണമാണ് നമ്മൾ കേട്ടത്. ഏതായിരുന്നാലും ഇത് ഒരു ചരിത്ര കുതുകിക്ക്, ഒരു യാത്രാപ്രിയന് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി, സന്തോഷം, സ്നേഹം.